നമസ്കാരം. എൻഡോഗമി അഥവാ ശുദ്ധരക്തവാദം പല സമുദായങ്ങളുടെയും പ്രത്യേകതയാണ്. ലോകമെമ്പാടും അത്തരം ശുദ്ധരക്തവാദികളുണ്ട്. നമ്മുടെ നാട്ടിലെ അത്തരം ശുദ്ധരക്തവാദികളാണ് ക്നാനായക്കാർ. അവർ രണ്ടു കൂട്ടരാണ്: ക്നാനായ യാക്കോബക്കാരും ക്നാനായ കത്തോലിക്കരും. കോട്ടയം ആസ്ഥാനമായി ക്നാനായ കത്തോലിക്കർ പ്രവർത്തിക്കുമ്പോൾ ചിങ്ങവനം ആസ്ഥാനമായി ക്നാനായ യാക്കോബയക്കാർ പ്രവർത്തിക്കുന്നു. ക്നാനായ കത്തോലിക്കർ സീറോ മലബാർ സഭയുടെ ഭാഗമാണെങ്കിലും കോട്ടയം രൂപതയുടെ കീഴിലാണ് ലോകമെമ്പാടുമുള്ള ക്നാനായ കത്തോലിക്കർ വരുന്നത്. ഇത് പലപ്പോഴും ക്നാനായക്കാരും അല്ലാത്തവരുമായ സീറോ മലബാർക്കാർ തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലുമൊക്കെ രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ രൂപതയുടെ കീഴിൽ വേണം ക്നാനായക്കാരും എന്ന് സീറോ മലബാർ സഭ നിലപാടെടുക്കുകയും അല്ല, തങ്ങൾ ക്നാനായ രൂപതയുടെ കീഴിലാവണം എന്നവർ പറയുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇത്തരം വിഷയങ്ങളിൽ ക്നാനായ സഭയുടെ ഔദ്യോഗിക നേതൃത്വം സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനൊപ്പം നിൽക്കുമ്പോൾ ക്നാനായ വിശ്വാസികൾക്ക് വേറിട്ട വഴിയാണ്. അതുകൊണ്ട് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലടക്കം ക്നാനായ വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷവും അധികാരികളും തമ്മിൽ വടംവലിയാണ്. ഈ വിഷയം എൻഡോഗമിയുടെ കാര്യത്തിലുമുണ്ട്. ശുദ്ധരക്തത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നാണ് പൊതുവെയുള്ള ക്നാനായക്കാരുടെ നിലപാട്. എന്നാൽ ക്നാനായ സഭയിൽ നിന്നും കാലാകാലം മറ്റ് സഭകളിലേക്ക് വിവാഹം കഴിക്കേണ്ടി വന്നവർ സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് വലിയ അതൃപ്തിക്ക് കാരണമായി. സീറോ മലബാർ സഭാംഗമാണെങ്കിൽ കൂടി ക്നാനായ അല്ലാത്ത ഒരു സീറോ മലബാർ സഭക്കാരനെ കല്യാണം കഴിച്ചാൽ സഭയിൽ നിന്ന് പുറത്താവുന്നത് പതിവാണ്. ശുദ്ധരക്തം നിലനിർത്തുന്നതിന് വേണ്ടി ക്നാനായക്കാർ തമ്മിൽ വിവാഹം കഴിച്ചാൽ മാത്രമേ സഭാംഗത്വം തുടരാൻ കഴിയൂ എന്നാണ് ക്നാനായ സഭയുടെ നിലപാട്. ഈ നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് ക്നാനായ വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും. എന്നാൽ വർഷങ്ങളായി ആയിരക്കണക്കിന് പേർക്ക് മനസ്സോടെ ക്നാനായ സഭയ്ക്ക് പുറത്തേക്ക് പോവേണ്ടി വരുന്നു വിവാഹം വഴി. എന്ന് വെച്ചാൽ ക്നാനായ സഭാംഗമായ ഒരാൾ സീറോ മലബാർ സഭയിലെ ക്നാനായ അല്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പോലും ഒരേ ആചാര രീതികളും ആരാധനാക്രമവും ആണെങ്കിലും ഈ ക്നാനായക്കാരൻ സഭയ്ക്ക് പുറത്താവും. ഇതിനെതിരെ ഇങ്ങനെ പുറത്താകുന്നവരുടെ കൂട്ടായ്മ രൂപപ്പെടുകയും അവർ കാലാകാലങ്ങളിൽ പ്രതിഷേധങ്ങളും ജാഥകളും ഒക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഒരു കേസ് ഉണ്ടാവുന്നു. ബിജു ഉതുപ്പ്, ജസ്റ്റിൻ ജോൺ എന്നീ രണ്ടുപേരുടെ നേതൃത്വത്തിൽ മറ്റനേകം പേരും അനേകം സംഘടനകളും ഒരുമിച്ച് ചേർന്നൊരു കേസായി അത് പിന്നീട് മാറി. ഈ കേസിൽ പരാതിക്കാർക്ക് അനുകൂലമായി കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുന്നു. എന്ന് വെച്ചാൽ ക്നാനായ സഭാംഗം വേറൊരാളെ വിവാഹം കഴിച്ചാൽ അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുന്നു. ഇതിനെതിരെ കോട്ടയം രൂപതയും ക്നാനായ സമുദായ സംഘടനയും ഹൈക്കോടതിയെ സമീപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കേസിൽ ഹൈക്കോടതി ക്നാനായ സമുദായത്തിനെതിരായി വിധിയെഴുതുന്നു. ഒരാൾ ജനനം മൂലമാണ് ക്നാനായക്കാരനാവുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ അതിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. മെമ്പർഷിപ്പ് എടുത്ത ഒരാൾ അംഗമാകുന്നത് പോലെയല്ല ജനനം മൂലം അംഗത്വം കിട്ടുന്നത്. ജനനം മൂലം അംഗത്വം കിട്ടുന്ന ഒരാളെ ഭരണഘടന ഉറപ്പു നൽകുന്ന അധികാരത്തിന്റെ മേൽ പുറത്താക്കുന്നത് ഭരണഘടന വിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. എന്ന് വെച്ചാൽ ആരെയും വിവാഹം കഴിക്കാൻ ഭരണഘടന അവസരം നൽകുന്നുണ്ട്. അങ്ങനെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു മൗലികാവകാശത്തിന്റെ പേരിൽ ജനനം മൂലം ക്നാനായത്വം കിട്ടിയ ഒരാളെ പുറത്താക്കുന്നത് അനുചിതമാണെന്ന് ഹൈക്കോടതി വിധിച്ചു. ഇത് ക്നാനായ സഭയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നു. ക്നാനായ സഭയിലെ അധികാരികൾ ബോധപൂർവം സീറോ മലബാർ സഭ നേതൃത്വത്തിന് കീഴടങ്ങി ക്നാനായത്വം ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് വിശ്വാസികൾ ബഹളം വയ്ക്കുകയാണ്. സഭ ബോധപൂർവം കേസിൽ തോറ്റുകൊടുത്തതാണെന്നും കൃത്യമായ പാരമ്പര്യമോ രേഖകളോ കോടതിയിൽ കാണിക്കാതെ തോറ്റുകൊടുത്തു എന്നുമാണ് വിശ്വാസികളുടെ ആരോപണം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് റോമിലെ പോപ്പ് പ്രത്യേകമായി അനുവദിച്ചതാണ് ക്നാനായക്കാർക്കൊരു രൂപത. അതിൻ്റെ രേഖകൾ കാണിച്ചില്ല. കേസ് ബോധപൂർവം തോറ്റുകൊടുത്തു. അങ്ങനെ ക്നാനായത്വം തന്നെ ഇല്ലാതാക്കാൻ പുരോഹിതവർഗം ശ്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിശ്വാസികൾ പൊട്ടിത്തെറിക്കുകയാണ്. ക്നാനായ ഗ്രൂപ്പുകളെല്ലാം ഇതേക്കുറിച്ചുള്ള ആശങ്കയും പ്രതിഷേധവും കത്തിപ്പടരുന്നു. അങ്ങനെ നടന്ന രണ്ട് വികാര പ്രകടനങ്ങൾ കേൾക്കുക. പഠിപ്പിക്കാൻ നിർവാഹമില്ല, പള്ളിക്കൂടത്തിൽ വിടാൻ നിർവാഹമില്ല എന്നും പറഞ്ഞ് തെണ്ട് കിടന്നവനൊക്കെ ചക്കാത്തി പഠിക്കാൻ സെമിനാരിൽ ചേർന്നേച്ച് സെമിനാരിൽ കയറി ആളായി കഴിഞ്ഞേച്ച് നാട്ടുകാരുടെ കാശ് പിരിച്ച് പുത്തകുർബാന ചെല്ലിച്ചു കൊടുത്ത് ഇവൻ ആളായി കഴിയുമ്പോൾ ഇവനൊക്കെ കാണിക്കുന്ന ഇതാ. ഇവനൊക്കെ ഈ അച്ഛന്മാരൊക്കെ വന്നത് എങ്ങനെയാ? ഒരു നേരത്തെ തിന്നാനും കുടിക്കാനും ഇല്ലാതെ പട്ടിയെ പോലെ വന്നേച്ച് ഈ കന്യാസിമാരെ എല്ലാത്തിനും ധർമ്മക്കാരെ കൊണ്ട് സെമിനാരിൽ കൊണ്ടാക്കിയതല്ലേ മഠത്തിലെ? അതല്ലേ പഴയ ചരിത്രം പോലെ കാണുന്നേ. ഇവരൊക്കെ വീട്ടിൽ എന്നാ ഉണ്ടായിരുന്നിട്ടായിരുന്നു കച്ചവടിക്ക്. എന്നിട്ട് ഇവനെയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കയറ്റിയിരുത്തി കൈ പാമ്പില്ലേ ആള് കളിക്കുന്നു ഇല്ലേ? ഒരു പുത്തകുർബാനയല്ല, നാട്ടുകാർ പിരിവെടുത്ത് പുത്തകുർബാന വിളിച്ച് അച്ഛനാക്കി 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പാവപ്പെട്ടവരെ അവൻ കണ്ടിട്ടില്ല. പാവപ്പെട്ടവർക്കൊന്നും ചെയ്യാൻ നേരില്ല. വലിയവന്മാരെ കാണുമ്പോൾ സ്തുതിച്ചു നിൽക്കുന്നു. ഇതല്ലേ അച്ഛനും കന്യാസിനും കാണിക്കുന്നേ?
ഇതൊക്കെ എല്ലാവരും പഠിക്കണം. ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി ചോദിച്ചു കൊടുക്കണം. അല്ലാതെ ചുമ്മാ അതും പറഞ്ഞ് അവിടെ ഇവിടെ ഇരുന്ന് ഈ ഇതുണ്ടെന്ന് ഓർത്തോണ്ട് തൊമ്പന്റെ കപ്പലുണ്ടെന്ന് ഓർത്തോണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രായോഗികമായുള്ള അല്ലെ കൊടുക്കേണ്ടത് കടി കൊടുക്കാൻ പഠി ഇറക്കി വിടാൻ നോക്ക്. ഇപ്പോഴാണ് ശരിക്കും അരമനയിലേക്ക് ആൾക്കാർ മാർച്ച് ചെയ്യേണ്ടത്. എല്ലാ പള്ളിയിൽ നിന്നും അരമനയിൽ ചെന്ന് കയറിയിരിക്കണം. അതിനകത്ത് കയറിയിരുന്ന് ഭക്ഷണം നോക്കേണ്ടത് ഇറങ്ങി പോകരുത്. ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ. ഇല്ലെങ്കിൽ അച്ഛന്മാരെ എല്ലാം കൂടി വലിച്ചിറക്കി താഴെ ഇറക്കി ഓടിക്കണം, പിതാവിനെ ഉൾപ്പെടെ. ഇപ്പോഴാണ് അരമനയിൽ ചെല്ലേണ്ടത്. കാരണം ഇലക്ഷൻ സമയമാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകരും ഇടപെടാനും വരികയില്ല, വാസവനും വരികയില്ല, ഒരുത്തനും വരികയില്ല. ഇപ്പൊ ചെന്ന് വലിച്ചിറക്കണം എല്ലാത്തിനെയും കൂടി. അല്ലാതെ ഇപ്പോഴും മനസ്സിലാകാത്ത ബോധമില്ലാതെ കുറെ ജ്ഞാനായക്കാര് കൂടെ കള്ളും കുടിച്ച് കപ്പ ഇറച്ചി നിന്ന് വയറും തുറപ്പിച്ച് നടക്കുക. കുറെ സംഘടനാ നേതാക്കന്മാര് പിതാവേ പിതാവേ എന്നും വിളിച്ച് കുറെ പേരുടെ കാശുമായിട്ട് നിൽക്കണം. നമ്മൾ സുപ്രീം കോടതി പോകാന്നും പറഞ്ഞു. ഇത്ര ബോധമില്ലാത്തവരാണല്ലോ ഈ ജ്ഞാനായക്കാര്, പൊട്ടന്മാര്. അല്ലാതെ പിന്നെ ഇതിനൊക്കെ പറയണത്. ഇതുപോലെ ഉശിരുള്ള ആമ്പിള്ളേരുടെ കാര്യം ചെയ്യണ പോലെ എല്ലാ പള്ളിയിലും ചെയ്യണം. ഹൈക്കോടതിയിൽ തോറ്റതോടെ സുപ്രീം കോടതിയിൽ പോയി ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ മിക്കവർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ബോധപൂർവം സഭ തോറ്റുകൊടുത്തതാണെന്നും ജ്ഞാനായത്വം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇവർ വിശ്വസിക്കുന്നു. ജ്ഞാനായ ഗ്രൂപ്പുകളിൽ നടന്ന 2 ചർച്ചകൾ, എഴുതിയുള്ള ചർച്ചകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജ്ഞാനായ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങൾ വന്ന കോടതി വിധി ഒരു സാധാരണ നിയമപരമായ തീരുമാനം മാത്രമല്ല, നമ്മുടെ സമുദായത്തിൻ്റെ നിലപാടുകളെയും നേതൃത്വത്തിൻ്റെ പ്രവർത്തനക്ഷമതയും ചോദ്യം ചെയ്യുന്നൊരു സംഭവമാണ്. സംരക്ഷിക്കേണ്ടടുത്ത് സംരക്ഷിച്ചില്ല, നിലപാടെടുക്കേണ്ടടുത്ത് മൗനം പാലിച്ചു, പ്രവർത്തിക്കേണ്ടടുത്ത് പിന്നോട്ട് നിന്നു. ജ്ഞാനായ സമൂഹത്തിൻ്റെ പാരമ്പര്യവും പ്രത്യേകതയും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തവർ ആ ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടു എന്നതിപ്പോൾ വ്യക്തമാണ്. നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല. ഇതൊരു വിമർശനം മാത്രമല്ല, ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. വിവാഹം വ്യക്തിപരമായ തീരുമാനമാകാം, പക്ഷേ അതിന് പേരിൽ സമുദായത്തിന്റെ അടിസ്ഥാന ചട്ടങ്ങളും തിരിച്ചറിവും തകർക്കാൻ അനുവദിക്കാനാവില്ല. അതിനെതിരെ ഉറച്ച നിലപാടെടുക്കേണ്ടവരാണ് ഇന്ന് മൗനം പാലിച്ചതെന്ന് കാണുമ്പോൾ അതിലും വലിയ നിരാശയില്ല. പാരമ്പര്യവും സംസ്കാരവും വെറും പ്രസംഗങ്ങളിൽ മാത്രം നിലനിൽക്കുമ്പോൾ പ്രായോഗികമായി അതിനെ സംരക്ഷിക്കാൻ കഴിയാത്തത് വലിയ വീഴ്ചയാണ്. ഈ അവസ്ഥ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇതൊരാളുടെ തോൽവിയോ വിജയമോ അല്ല, ഇത് ഒരു സമുദായത്തിന്റെ കഴിവുകേടാണ്. പക്ഷേ ഇനി മൗനം പാലിക്കാൻ സമയമില്ല. ഇനി ആവശ്യമായത് വ്യക്തമായ നിലപാട്, ശക്തമായ പ്രവർത്തനം, ഉറച്ച നേതൃത്വം. ഇനിയുള്ള ചോദ്യം, ഇനിയെങ്കിലും ശരിയായി പ്രവർത്തിക്കുമോ? മൗനം ഇനി വഴിയല്ല. ശബ്ദമുയരണം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഓരോ ജ്ഞാനായ മക്കളും മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന മൂലക്കാട്ട് മെത്രാനടക്കം നമ്മുടെ സമുദായത്തെ ഒറ്റിക്കൊടുത്തവരാണ്. ഇനി നമ്മുടെ ഒരു പള്ളികളിലും മൂലക്കാട്ട് മെത്രാനടക്കം നമ്മളെ ചതിച്ചവർ ആരെയും കയറ്റരുത്. ഇത് നമ്മുടെ ഉത്തരവാദിത്വവും കടമയുമാണ്. ഓരോ പള്ളിയിലും വികാരിമാർ അടക്കം നമ്മളോട് മറുപടി പറയാൻ ഉത്തരവാദിത്വമുണ്ട്. കഴിയുമെങ്കിൽ ഈ വരുന്ന ഓശാന ഞായറാഴ്ച ജ്ഞാനായക്കാരുടെ കരിദിനമായി തന്നെ ആചരിക്കുക. സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളൊന്നും വ്യത്യാസമില്ലാതെ കഴിയുന്ന എല്ലാവരെയും കറുത്ത വേഷം ധരിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ശ്രമിക്കുക. കറുപ്പെന്നാൽ അന്ധകാരവും രഹസ്യവും ദുഃഖവും, പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞ ശക്തിയും ധൈര്യവും. നമ്മുടെ എല്ലാ ഇടവകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരട്ടെ. കൊടുങ്കാറ്റ് പോലെ ലോകം മുഴുവൻ വീശി അടിക്കട്ടെ. പിടിച്ചടിക്കാനല്ല, ജനിച്ചു വീണ സമുദായത്തെ നിലനിർത്താനാണ്. ഈ കാര്യത്തിൽ നമ്മൾ ജ്ഞാനായ മക്കൾ വാശിയും വൈരാഗ്യവും മറന്ന് ഒന്നിച്ചൊറ്റക്കെട്ടായി നിൽക്കണം. അവിടെയാണ് നമ്മുടെ വിജയവും അവരുടെ പരാജയവും സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മളെ അവർ വിഡ്ഢികളും മണ്ടവരുമാക്കി. ഇനി അത് അനുവദിച്ചുകൂടാ. സൈലൻസ് ഈസ് ഓവർ. ദ സ്റ്റോം ബിഗിൻസ് നൗ. ഗെറ്റ് റെഡി ടു ഫേസ് ഇറ്റ്. നിജിൻ മൂലയിൽ പാച്ചിറ എഴുതിയ പോസ്റ്റാണിത്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ജ്ഞാനായ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് ഒരാൾ എഴുതിയൊരു കുറിപ്പ് കൂടി വായിച്ചു കേൾപ്പിക്കാം. ജ്ഞാനായ കത്തോലിക്കരോടെ ഹൈക്കോടതി വിധി വന്നു. ജ്ഞാനായ കത്തോലിക്ക സഭയുടെ കാര്യത്തിൽ ഏതാണ് തീരുമാനമായി. ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്ന് കേൾക്കുന്നു. ഉള്ളത് പറയാം, വലിയ പ്രയോജനമുണ്ടാവില്ല. അവസാന വിധി കൂടി വന്നു കഴിയുമ്പോൾ കോട്ടയം രൂപതയുടെ സ്റ്റാറ്റസ് എന്താകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സമുദായത്തിന് പുറത്തു പോയവർ മുഴുവൻ അകത്ത് കയറും. ചിലപ്പോൾ ഒരു 5 വർഷം അങ്ങനെ പോകും. പതുക്കെ ഇനി കോട്ടയം രൂപതയ്ക്ക് പ്രസക്തിയില്ല. കേരളത്തിലെ മറ്റ് കത്തോലിക്ക രൂപതകൾ പോലെ വെറും ഒരു രൂപത മാത്രമാണ് കോട്ടയം രൂപത എന്ന് വരും. ചുരുക്കത്തിൽ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും കോട്ടയം രൂപതയെ നിർത്തലാക്കാനുള്ള നീക്കം ഉണ്ടാവും. അതിൻ്റെ ആദ്യപടിയായി മറ്റ് സീറോ മലബാർ രൂപത വൈദികരെ കോട്ടയം രൂപതയുടെ പള്ളികളിൽ വികാരിമാരായി നിയമിക്കും. ജ്ഞാനായ കത്തോലിക്ക വൈദികരെ മറ്റു രൂപതകളിൽ പള്ളികളിൽ വൈദികരായി നിയമിക്കും. റോമിൽ നിന്നും കോട്ടയം രൂപത നിർത്തലാക്കാൻ ഓർഡർ കിട്ടിയാൽ അടുത്ത പണി തുടങ്ങും. നിലവിൽ ജ്ഞാനായ കത്തോലിക്ക സഭയുടെ ഓരോ ഫൊറോന പള്ളികളും അതിന് കീഴിൽ വരുന്ന പള്ളികളും അതത് ലോക്കൽ സീറോ മലബാർ സീറോ മലങ്കര രൂപതകളായി മാറും. അതെങ്ങനെയെന്ന് നോക്കാം. മലങ്കര ഫൊറോന തിരുവനന്തപുരം, തിരുവല്ല, മൂവാറ്റുപുഴ മുതലായ മലങ്കര കത്തോലിക്ക രൂപതകളിലേക്കും, ഇടക്കാട്ട് കൈപ്പഴ ഫൊറോനകൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലേക്കും, കിടങ്ങൂർ ഫൊറോന പുന്നത്തുറയും മറ്റക്കരയും ചങ്ങനാശ്ശേരിയിലേക്കും, ബാക്കി പള്ളികൾ പാലാ രൂപതയിലേക്കും, ഉഴവൂർ കടുത്തുരുത്തി ഫൊറോനകൾ പാലാ രൂപതയിലേക്കും,
പിറവം ഫൊറോന എറണാകുളം, അങ്കമാലി, പാലാ രൂപത എന്നിവയിൽ വിഭജിക്കപ്പെടും. പടമുഖം ഫൊറോന ഇടുക്കി രൂപതയിൽ ലയിക്കും. ചുങ്കം ഫൊറോന കോതമംഗലം രൂപതയിൽ ലയിക്കും. ചങ്ങലേരി ഫൊറോന പാലക്കാട്, മാനന്തവാടി രൂപതകൾ വിഭജിക്കും. പെരിങ്കല്ലൂർ ഫൊറോന മാനന്തവാടി രൂപതയിൽ ലയിക്കും. മടമ്പം ഫൊറോന മാനന്തവാടി, തലശ്ശേരി രൂപതകളിൽ വിഭജിക്കപ്പെടും. രാജപുരം ഫൊറോന തലശ്ശേരി രൂപതയിൽ ലയിക്കും. ബാംഗ്ലൂർ ഫൊറോന മാന്ദ്യ രൂപതയിൽ ലയിക്കും. അവസ്ഥ വളരെ ദയനീയമാണ്. 1911 മുമ്പുള്ള അവസ്ഥയിൽ എത്തപ്പെടും. ക്നാനായ കത്തോലിക്ക വിവിധ കത്തോലിക്ക രൂപതകളിൽ ചിതറിക്കപ്പെടും. ക്നാന ഐഡന്റിറ്റി ഇല്ലാണ്ടാവും. സഭയുടെ ഭാഗമായി നിൽക്കുന്ന വൈദികർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ സമുദായത്തിന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അല്ലെങ്കിൽ ഇനിയില്ല എന്ന് ചിന്തിക്കുക. രണ്ടാം കൂനൻ കുരിശ് സത്യത്തിന് സമയമായി. വളരെ വൈകാരികമായാണ് സഭാവിശ്വാസികൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു വശത്ത് കോടതിയുടെ ഇടപെടൽ, മറുവശത്ത് അധികാരികളുടെ നിസ്സഹായത, ഒപ്പം ക്നാനായ ഐഡന്റിറ്റി അങ്ങനെ തന്നെ നിലനിർത്തുന്നതിൽ അസ്വസ്ഥരായിരിക്കുന്ന ഇവരുടെ കൂടെ ചുമതലക്കാരായ സീറോ മലബാർ സഭ ആ ക്നാനായത്വം ഇല്ലാതാവുന്നെങ്കിൽ ഇല്ലാതാവട്ടെ എന്നെടുക്കുന്ന നിലപാട്. സഭാവിശ്വാസികളുടെ വേദനയും വികാരവും മനസ്സിലാക്കാൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാൽ നല്ലതാണ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക നേതൃത്വവും വത്തിക്കാനിലെ പോപ്പും ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത മറ്റൊരു സഭാ തർക്കമായി ഇത് മാറും.